കെട്ടെടുത്തു. എത്ര ശ്രമിച്ചിട്ടും വിറക് കെട്ടൊടിയുന്നില്ല. കുറേ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അങ്ങനെ അടുത്ത മകൻ വന്നു. അവൻ പറഞ്ഞു, ഇത് നിസ്സാരം, ഞാൻ എന്തായാലും ഒടിക്കും, ഞാനാണ് ഏറ്റവും വലിയ ശക്തനെന്ന്. അങ്ങനെ രണ്ടാമനും കുറേ ശ്രമിച്ചു. ഈ വിറകുണ്ടോ ഒടിയുന്നു? ഇല്ല. ഇത് കെട്ടായിട്ടായിരിക്കുന്നേ, ഒടിഞ്ഞു കിട്ടുമോ? ഇല്ല അല്ലേ? അങ്ങനെ 4 മക്കളും വന്ന് വിറക് തിരിച്ചും മറച്ചും ഒക്കെ ഒടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരനക്കോ ഇല്ല. അങ്ങനെ അച്ഛൻ ചിരിച്ചു. നിങ്ങൾ എല്ലാവരും തോൽവി സമ്മതിച്ചേ. ഇനി ഞാനൊരു ബുദ്ധി പറഞ്ഞു തരാം. എന്താണെന്നല്ലേ? അങ്ങനെ അച്ഛൻ പറഞ്ഞു, ആ വിറകിന്റെ കെട്ടയച്ചു കഴിഞ്ഞാലോ ഇതിങ്ങനെ ഓരോന്നോരോന്നായി. ഇനി ഓരോരോ വിറക് കൊള്ളികൾ ഓരോരുത്തരുടെയും കയ്യിലെടുത്തു കൊടുത്തു അച്ഛൻ. അങ്ങനെ ഇങ്ങനെ ഒരു വിറക് കൊള്ളി ഒരാളുടെ കൈ കിട്ടി. ഇനി എല്ലാവരും ആ വിറക് കൊള്ളി ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു. ഇതുപോലെ നിസ്സാരമായിട്ട് അവരും ഓടിച്ചു ഓരോരോ വിറക് കൊള്ളികളും. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇപ്പൊ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വിറക് കൊള്ളികൾ ഒടിക്കാൻ സാധിച്ചില്ലേ? അത് എന്തുകൊണ്ടാണ്? കാരണം അത് ഒറ്റയ്ക്കാണല്ലേ. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കണം? ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാലേ നമുക്ക് നല്ല ശക്തി ഉണ്ടാവും അല്ലേ? ഇതുപോലെ വിറക് കൊള്ളികൾ പോലെ ഓരോന്നായി കിടന്നാല് ആർക്കും നമ്മളെ ഒടിച്ചു കളയാം. അതുപോലെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിന്നാലേ നമുക്ക് ശക്തി ഉണ്ടാവും. ഓരോരുത്തരായാൽ നമ്മളെ എല്ലാവരും പെട്ടെന്ന് കീഴ്പ്പെടുത്തും, നമ്മൾ അശക്തരായി മാറും. അതുകൊണ്ട് എപ്പോഴും ഒരുമയോടെ സന്തോഷത്തോടെ വഴക്കിടാതെ ജീവിക്കണമെന്ന് അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. മക്കൾക്ക് ഈ ഉദാഹരണം കണ്ടപ്പോഴേ എല്ലാം മനസ്സിലായി. അങ്ങനെ അവര് നല്ല സന്തോഷത്തോടെ കൂട്ടായി വഴക്കൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് മക്കൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ എപ്പോഴും ഒരുമയോടെ നിന്നാലേ നല്ല ശക്തി ഉണ്ടാവും. ഇപ്പൊ പഠിക്കുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കണം. അറിയുന്നത് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മറ്റുള്ള കുട്ടികൾക്ക് അറിയുന്നത് നമുക്ക് പറഞ്ഞു തരണം. അങ്ങനെ ഒരുമയോടെ എല്ലാ കാര്യത്തെയും നേരിട്ടാൽ നമ്മളാണ് ഏറ്റവും വലിയ ശക്തര്. അങ്ങനെ ഇന്നത്തെ കഥ കഴിഞ്ഞോട്ടോ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് ചേച്ചി വിചാരിച്ചോട്ടെ. ഇനി നമുക്ക് അടുത്ത അമ്മ കഥ പറഞ്ഞതിനായിട്ട് കാത്തിരിക്കാം. അപ്പൊ ബൈ.